ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ച ഒരു തിരിച്ചുവരവാണ് ഇന്നത്തെ മത്സരത്തിൽ അർജന്റീന നടത്തിയത്. 2 ഗോളുകൾക്ക് പിറകിൽ പോയ അർജന്റീന അവസാനത്തിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഒരു വിജയം സ്വന്തമാക്കുകയായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ പല വിവാദങ്ങളും ഇപ്പോൾ ബാക്കിയാണ്. റഫറി അർജന്റീനക്കൊപ്പം നിലകൊണ്ടു, റഫറി പക്ഷപാതപരമായി പെരുമാറി എന്നുള്ളതൊക്കെ മത്സരശേഷം ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ സീക്കോ ആരോപിച്ചിരുന്നു. മാത്രമല്ല അവരുടെ പരിശീലകനായ ഹൊസാം ഹസനും ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. റഫറി അർജന്റീനക്കൊപ്പം നിലകൊണ്ടു, ഇത് മാർക്കറ്റിങ്ങിനും പണത്തിനും വേണ്ടി നടത്തുന്ന ഒരു വേൾഡ് കപ്പാണ്. മെസ്സി വേൾഡ് കപ്പിൽ തുടരേണ്ടത് ഈ വേൾഡ് കപ്പ് നടത്തുന്നവരുടെ ആവശ്യമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഈജിപ്തിൻ്റെ പരിശീലകൻ ആരോപിച്ചിരിക്കുന്നത്. വളരെ ദേഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇത് മാർക്കറ്റിങ്ങിനും പണത്തിനും വേണ്ടി നടത്തുന്ന വേൾഡ് കപ്പാണ്. അവർക്ക് മെസ്സിയെ വേണം. മെസ്സി ടൂർണമെന്റിൽ തുടരേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കളിക്കളത്തിന് പുറത്ത് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പലരുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഇപ്പോൾ ഫുട്ബോൾ നടക്കുന്നത്. ഇന്ന് നടന്നത് കടുത്ത അനീതിയാണ്. ഈജിപ്താണ് യോഗ്യത അർഹിച്ചിരുന്നത്. അർജന്റീനയേക്കാൾ മികച്ച പ്രകടനം നടത്തിയത് ഞങ്ങളാണ്. റഫറിയിൽ സമ്മർദ്ദം ചെലുത്താൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു. ഞങ്ങൾ വഴങ്ങിയ പെനാൽറ്റി ഒരിക്കലും ഒരു പെനാൽറ്റി ആയിരുന്നില്ല. മാത്രമല്ല ഞങ്ങൾ നേടിയ ഗോൾ വെറുതെ അവർ നിഷേധിക്കുകയും ചെയ്തു. ഇതാണ് ഈജിപ്തിൻ്റെ പരിശീലകനായ ഹൊസാം ഹസൻ ഇപ്പോൾ മത്സരശേഷം പറഞ്ഞിട്ടുള്ളത്. ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ സീക്കോയും വളരെയധികം വൈകാരികമായി കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ മത്സരത്തിലെ റഫറിയുടെ പല തീരുമാനങ്ങളും ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് പലരും വിവാദമാക്കുന്നുണ്ട്. പക്ഷേ അർജന്റീനയുടെ ഒരു തിരിച്ചുവരവ് അത് അവിശ്വസനീയമായിരുന്നു. മികച്ച ഒരു പോരാട്ട വീരമാണ് അർജന്റീന നടത്തിയത്. മത്സരത്തിൻ്റെ അവസാനം വരെ അവർ പോരാടിക്കൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വിജയം അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.